അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഖാലിദ് മാസ്റ്റർ, കെ.സി. കുഞ്ഞഹമ്മദ് അവർ, പ്രിയപ്പെട്ട പി വി അബ്ദുൽ വഹാബ് സാഹിബ് എം പി അവർ, നമ്മുടെ സ്ഥാനാർത്ഥിയും MLA-യുമായ AP അനിൽകുമാർ അവറുകളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അനിൽകുമാർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അതാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത്. നമ്മുടെ തുടക്കം തന്നെ നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിട്ട് ഈ കൺവെൻഷൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പുറത്ത് ഞങ്ങൾ കാറ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഇരട്ടി ജനങ്ങൾ പുറത്ത് അവിടെ ഉണ്ട്. അപ്പം അത്രയും ആളുകൾ കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നോമ്പ് നോറ്റ് കഴിയുന്നവരാണ്. അവിടെ വണ്ടൂരിൽ മാത്രമല്ല, 140 നിയോജക മണ്ഡലങ്ങളിലും മനസ്സുകൊണ്ട് എല്ലാവരും പങ്കുവെക്കുന്ന വികാരങ്ങൾ സമാനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിനെ നിരന്തരമായി പിറകോട്ട് വലിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ തിരുത്താൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചു. കോടതികൾ പോലും പലപ്പോഴും സർക്കാരിനെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള വിധി പ്രസ്താവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പത്രങ്ങളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും പ്രമുഖ സാഹിത്യകാരൻ ശ്രീ സച്ചിദാനന്ദനൊക്കെ പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രമുഖമായിട്ടുള്ള 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. ഏറ്റവും ഒടുവിലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതിനു മുമ്പ് തൃക്കാക്കരയിൽ നടന്നു, പാലക്കാട് നടന്നു. അവിടെയൊക്കെ ജനങ്ങളുടെ വിധിയെഴുത്ത് സർക്കാരിന് എതിരായിരുന്നു. പക്ഷെ എന്നിട്ടും തിരുത്താൻ തയ്യാറാകാതെ ഒരു വെല്ലുവിളി പോലെ ജനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പതനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നാളുകളാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിന് ഔദ്യോഗികമായി നമ്മളൊരു സ്വീകരണം കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഏപ്രിൽ 9 നമുക്ക് കൈവന്നിട്ടുള്ള ഒരു സൗഭാഗ്യം. ഈ ഇലക്ഷൻ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഏപ്രിൽ 9 വളരെ അടുത്തെത്തിയല്ലോ, എങ്ങനെ ഇതൊക്കെ നടത്തുമെന്ന്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അപ്പോഴും വലിയ ആശ്വാസമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ പിന്നെ 9-ാം തീയതി ഏപ്രിൽ 9 വരെ 25 ദിവസമേ ഉള്ളൂ. അപ്പോൾ 25 ദിവസം കഴിഞ്ഞാലെങ്കിലും നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താമല്ലോ എന്നാണ് ഓരോ കേരളീയനും ആശ്വാസം കൊണ്ടത്. നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതുപോലെ തന്നെ. അപ്പം അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അനിൽകുമാറിനെ കുറിച്ച് ഞാനിവിടെ പറയേണ്ടതില്ലല്ലോ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവാണ്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും നമുക്ക് കാണിച്ചു തരുന്ന ഒരു നേതാവ് കൂടിയാണ് ശ്രീ അനിൽകുമാർ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ തെരഞ്ഞെടുപ്പ് ആ കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. രാഹുലും പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അവരുടെയൊക്കെ ആ തെരഞ്ഞെടുപ്പുകളിൽ അവരോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അനിലിനെ എപ്പോഴും അനിലുമായി നമുക്ക് അടുത്ത് ഇടപഴകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊക്കെ തന്നെ അനിലിൻ്റെ ആ വ്യക്തിത്വത്തെ പ്രത്യേകമായി നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ്. ഞങ്ങൾ മലപ്പുറത്തുകാരനാണല്ലോ. വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഷിഹാബ് തങ്ങളുമായിട്ടൊക്കെ
ഒരു വാത്സല്യപൂർവമായിട്ടുള്ള ബന്ധമായിരുന്നു ശിഹാബ് തങ്ങൾക്കൊക്കെ അനിലിനെ പോലെയുള്ള ആ ചെറുപ്പക്കാരോടൊക്കെ ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളത് കേരളത്തിനെ മന്ത്രിയായിട്ട് നല്ല ഭരണം നമുക്ക് കാഴ്ചവെച്ച് തന്നിട്ടുള്ള നേതാവ് കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയ ഭാവിയുള്ള അനിൽകുമാറിനെ തന്നെ വണ്ടൂർ നിയോജക മണ്ഡലത്തിന് ഒരിക്കൽ കൂടി ലഭിച്ചതിലും നമുക്കേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ കൊടുത്തതിലും കൂടുതൽ ഭൂരിപക്ഷം തവണ അനിലിന് നിങ്ങൾ കൊടുക്കണം. ആ ഭൂരിപക്ഷം അനിലിന് മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള ഭൂരിപക്ഷമായി കേരളത്തെ രക്ഷപ്പെടുത്താൻ. ഇപ്പം ചിലർ ചോദിക്കുന്നുണ്ടല്ലോ, മറ്റാരുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം നമുക്കുത്തരമുണ്ട്, അത് UDF ആണ്. അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരമല്ല, കേരളം പ്രതീക്ഷിക്കുന്ന ഉത്തരം, കേരളത്തിനുള്ള പരിഹാരം അത് UDF ആണ് എന്നുള്ള ഉത്തരമാണ്. അപ്പോൾ ആ ഉത്തരത്തിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ 100% മാർക്ക് നിങ്ങൾ UDFന് നൽകണം. അപ്പോൾ അതിന് അനിലിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കണം എന്നുകൂടി ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിഹ്നം അറിയാമല്ലോ, കൈപ്പത്തി ചിഹ്നമാണ്, ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമാണ്, അത് കോൺഗ്രസിൻ്റെ ചിഹ്നമാണ്, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ചിഹ്നമാണ് എന്നുകൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവേശ്വരൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന